ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് നല്ലൊരു ചൂരക്കറി ഉണ്ടാക്കിയാലോ? ഊണിന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മീൻകറി ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ കുടംപുളി ഞാനിവിടെ 3.5 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. 3 ഇതുപോലത്തെ കഷ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം. കുടംപുളി മാത്രമല്ല, നമുക്ക് വാളംപുളി അഥവാ പിഴിപുളിയും ഈ കറിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് പുളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. 1 കിലോ മീനിൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് ഈ കറി. കുടംപുളി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്കിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുതിർത്ത് വെക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന പുളി അനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം കേട്ടോ. ഈ കുതിർത്ത് വയ്ക്കുന്ന സ്റ്റെപ്പ് നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ചെയ്താലും മതിയാവുമേ. പക്ഷെ എന്നാലും നമുക്കത് ആദ്യമേ ചെയ്ത് മാറ്റി വയ്ക്കാം. അന്നേരം ആകുമ്പോഴേക്കും ഈ കുടംപുളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് പുളിയൊക്കെ ഇറങ്ങി നമുക്കിത് കറിയിൽ ചേർക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് അടിഭാഗം കട്ടിയുള്ള ഒരു കടായി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല. നമുക്കിതിലേക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം സാവധാനം ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1/2 മുറി തേങ്ങ ചിരകിയതാണ്. നമ്മളിപ്പോൾ വറുത്തരയ്ക്കാനായിട്ടൊക്കെ തേങ്ങ ചിരവി എടുക്കുമ്പോണ്ടല്ലോ, അതിപ്പോൾ ഏത് കറിക്കാണെങ്കിലും ഇതുപോലെ നല്ല തരിതരിയായിട്ട് ചിരകിയെടുക്കാം. എന്നാലാണ് ഈ തേങ്ങാപ്പീരയൊക്കെ കറക്റ്റായിട്ട് ഒരേ പാകത്തിന് റോസ്റ്റായി വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചിരകി എടുത്തതിന് ശേഷം മിക്സി ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 മുറി തേങ്ങ ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 5 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടാം. ഇനി ചെറിയുള്ളിയാണ് ചേർക്കാനുള്ളത്. 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹാഫായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ചെറുതായിട്ട് മുറിക്കേണ്ട, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഹാഫാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. നല്ല ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകം. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതിയാവും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണ വരെ നമുക്കത് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വറുത്തരച്ച കറിയിൽ കുറച്ച് സമയം എടുക്കണ കാര്യം. അപ്പോൾ ഇത് റോസ്റ്റായി വരും തോറും നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലയുടെയും ചെറിയുള്ളിയുടെയും തേങ്ങാപ്പീരയുടെയും ഒക്കെ ഒരു നാടൻ സ്മെല്ല്, ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു നാടൻ സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കഴിയും തോറും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ തേങ്ങാപ്പീരയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏകദേശം സമയമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആക്കണ്ട, കാരണം നമുക്കിനി പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ചെറിയ സ്പൂണാണ് കേട്ടോ, ഞാൻ പറയണതൊക്കെ ടീസ്പൂൺ അളവിലാണേ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. എരിവും കുറവാണ്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുകയാണ്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം മറക്കാൻ പാടില്ല, തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ചട്ടി നന്നായി ചൂടായിരിക്കുമായിരിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഗരം മസാലയുടെ കാര്യം നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. പക്ഷെ ഒരിക്കലും അതിൻ്റെ മണമൊന്നും മുന്നിട്ട് നിൽക്കില്ല. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർക്കണത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, നമ്മൾ പൊടികളൊക്കെ കുറച്ച് ഡാർക്കായി, ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി. അതേപോലെ തന്നെ ഒരു സ്മെല്ലും നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചട്ടി നല്ല ചൂടായിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് കറുത്ത് പോവും, നമ്മൾ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു മസാല എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ചേർത്തിട്ട് ആദ്യം നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കേണ്ട. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം.
നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ചിലപ്പോൾ എണ്ണയുടെ ഒരു അംശം നമുക്ക് കാണാൻ പറ്റും, താഴെ ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ നനഞ്ഞിരിക്കണത്. അത് ആ തേങ്ങയിലുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും കൂടി പോയിട്ടില്ല, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 12 വെളുത്തുള്ളി ചതച്ചതും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും 20 ചെറിയ ഉള്ളി അരിഞ്ഞതുമാണ് കേട്ടോ. എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചതച്ചെടുത്താലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത്രയും നമുക്കൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരുപാട് മുരിയണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മുളക് കറിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി മുരിയണമെന്നില്ല. ഒന്ന് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വാടി വരട്ടെ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ വാടി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു തക്കാളിയാണ്. ചിലർ വറുത്തരച്ച മീൻകറിയിൽ തക്കാളി ചേർക്കില്ല. അപ്പോൾ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക കേട്ടോ. ഞാനിവിടെ വളരെ ചെറിയൊരു തക്കാളിയാണ് ചേർക്കണത്. ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി ചേർത്താൽ മതി. നമുക്കിത് നേരിയതായിട്ട് അരിഞ്ഞ് ചേർക്കാം. കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോൾ തക്കാളി നന്നായി വഴണ്ട് ഇതിനകത്ത് അങ്ങ് കുഴഞ്ഞ് ചേരും. അന്നേരത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിനകത്ത് കുറച്ച് അരപ്പ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് ഇതും കൂടി കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി, അതായത് 1 കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കറിയിലോട്ട് ചേർക്കാം. ഇത് 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നല്ല കട്ടിയിലാണ് ഇരിക്കണത്. ഇത്രയും പോരാ നമുക്ക് ചാറായിട്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടും ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഞാൻ ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. നേരത്തെ ചെറിയുള്ളി വഴറ്റിയ സമയത്ത് പച്ചമുളക് നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ ചേർക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കാന്താരി മുളകാണ്. അപ്പോൾ ഒത്തിരി നേരത്തെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴറ്റി വരുന്തോറും അതിൻ്റെ എരിവൊക്കെ കറിയിലോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കണം കേട്ടോ. നിങ്ങൾ സാധാ പച്ചമുളകാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്തോളൂ കേട്ടോ. 4 5 ഒക്കെ ചേർത്തോളൂ. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ടൊരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം. കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നോക്കി കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നല്ല മാംസമുള്ള ടൈപ്പ് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കറിയിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചൂരക്കറി ആയതുകൊണ്ടാണ് ഞാൻ ചൂരമീൻ ചേർക്കുന്നത്. മീൻ ചേർക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഇടാണ്ട് പയ്യെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, കുറച്ചൊക്കെ വറ്റി വരും. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. ഫുള്ളായിട്ട് അടയ്ക്കേണ്ട, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. കറി കുറുകി തുടങ്ങിയിട്ടുണ്ട്, നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ വെന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്പൂൺ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ ഇളക്കാൻ പാടില്ല. മീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ അന്നേരം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നതും അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതും നല്ലൊരു നാടൻ മണമൊക്കെ വരുന്നതും നമുക്കറിയാൻ പറ്റും. ഇനി അഥവാ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കില്ലേ, കുറച്ചിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കില്ലേ, നിങ്ങൾക്ക് ചാറ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം എക്സ്ട്രാ ഇടയ്ക്കൊന്നും വെച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ ചൂടുവെള്ളം തന്നെ, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ആ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം അത് ശ്രദ്ധിക്കുക. ഇപ്പം മീൻ വെന്തിട്ട് കുറേ നേരമായി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ആവശ്യത്തിന് എരിവും അതേപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുളി കൂടുതലാണ്, കറക്റ്റാണ്, ഇത് മതിയെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ പുളിയുടെ കഷ്ണം എടുത്ത് മാറ്റിക്കൊള്ളാം കേട്ടോ. അപ്പോൾ പുളി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ്, കുറച്ചും കൂടി പുളി കറിയിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് മാറ്റേണ്ട, അതവിടെ കിടന്നോട്ടെ കറിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം 1 2 പുളി എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കുറേ നേരം തിളച്ച് കഴിയുമ്പോൾ കറി നന്നായിട്ട് പാകത്തിന് കുറുകും. ഇതുപോലെ സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങും.
കറി ഏകദേശം ഇറക്കി വെക്കാനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സ്പൂണിട്ട് ഇളക്കാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് തന്നെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.